എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൂഫ്രംസോ, സുമതി വളവ്, ബസൂക്ക തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപിൻ്റെ പരാജയപ്പെട്ട സിനിമയാണ് ബാന്ദ്ര. തമനയാണ് സിനിമയിലെ നായിക. സിനിമ നല്ല ഹൈപ്പോട് കൂടിയാണ് തിയേറ്ററിലെത്തിയത്. പക്ഷേ ബാന്ദ്ര ഫ്ലോപ്പായി. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇപ്പോഴാണ് OTT റിലീസ് ചെയ്യുന്നത്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കിൽ ആമസോൺ പ്രൈമിലായിരിക്കും ബാന്ദ്ര സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മീശ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTT മനോരമ മാക്സും സൺനെസ്റ്റുമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒഫീഷ്യൽ പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ്. മീശ ഒരു എവറേജ് സിനിമയാണ്. തമിഴ് മലയാളം ഭാഷയിൽ സെപ്റ്റംബർ മാസം 12-നാണ് മീശ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപും നീതാപിളിയും കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച സിനിമയാണ് തങ്കമണി. ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണി പറഞ്ഞു പോയത്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴത്തെ തങ്കമണിയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ഫീനിക്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിജയ് സേതുപതിയുടെ മകനാണ് സിനിമയിലെ നായകൻ. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ സിനിമയുടെ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത വീക്കാണ് ഫീനിക്സ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പർദ്ദ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്കു സിനിമയാണ്. അനുപമ, ദർശന തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ഇറങ്ങി 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് പർദ്ദ. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ മാസം 20-നാണ് പർദ്ദ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കൂലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ ലീക്കായിട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒഫീഷ്യൽ റിലീസ് സെപ്റ്റംബർ മാസം 11-നാണ്. ആമസോൺ പ്രൈമിലാണ് സിനിമ വരുന്നത്. സൗബിൻ, അമീർ ഖാൻ, രജനികാന്താണ് കൂലി സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അൺഒഫീഷ്യൽ HD പ്രിന്റാണ് പുറത്തു വന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹൃദയപൂർവ്വം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ലാലേട്ടനെ വെച്ചിട്ട് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സിനിമയാണ് ഹൃദയപൂർവ്വം. ഓണത്തിന് മികച്ച കളക്ഷനാണ് ഹൃദയപൂർവ്വം സ്വന്തമാക്കിയത്. ഒരു നല്ല ഫീൽ ഗുഡ് മൂവിയായിരുന്നു ഹൃദയപൂർവ്വം. 50 കോടി ക്ലബിൽ സിനിമ ഇടം പിടിച്ചു. ഇപ്പോഴത്തെ സിനിമയുടെ OTT അവകാശം ജിയോ ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഹൃദയപൂർവ്വം തിയേറ്ററിൽ കാണാത്തവർക്ക് ഇനി OTTയിൽ കാണാം. സിനിമ ഇറങ്ങി ഒരു മാസം കഴിഞ്ഞിട്ടാണ് OTT റിലീസ്. അതായത് സെപ്റ്റംബർ മാസം 30-ന് ഹൃദയപൂർവ്വം ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് തിരയുന്ന സിനിമയാണ് ഡൊമിനിക്. മമ്മൂട്ടിയുടെ സിനിമയായിട്ടും എന്തുകൊണ്ട് OTT വാങ്ങുന്നില്ലെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. എന്നാൽ ഇപ്പോൾ മമ്മൂട്ടിയുടെ ഡൊമിനിക് സിനിമ OTTയിൽ വരാൻ പോവുകയാണ്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയായിരുന്നു ഡൊമിനിക്. പക്ഷേ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാൻ സാധിച്ചില്ല. ഗോകുൽ സുരേഷാണ് മമ്മൂട്ടിക്കൊപ്പം ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിലാണ് ഡൊമിനിക് സിനിമ OTT റിലീസ് ചെയ്യുന്നത്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും ഡൊമിനിക് സിനിമ ആമസോണിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സൂഫ്രംസോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഓണത്തിനായിരുന്നു സൂഫ്രംസോ റിലീസ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. ഇപ്പോഴത്തെ സൂഫ്രംസോയുടെ OTT അവകാശം തന്നെ മാറിയിരിക്കുകയാണ്. ഇതൊരു കന്നഡ മൂവിയായിരുന്നു. രാജ്ബി ഷെട്ടിയാണ് സൂഫ്രംസോയിൽ അഭിനയിച്ചിരിക്കുന്നത്. മലയാളി പ്രേക്ഷകർ 2 കൈ നീട്ടിയാണ് സൂഫ്രംസോയെ ഏറ്റെടുത്തത്. തിയേറ്ററുകളിൽ സിനിമ ഓടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ജിയോ ഹോട്ട്സ്റ്റാറാണ് സൂഫ്രംസോയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം 9-ന് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സൂഫ്രംസോ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് നോക്കിയിരിക്കുന്ന സിനിമയാണ് ബസൂക്ക. മമ്മൂട്ടി നല്ല അഭിനയമാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചത്. എന്തുകൊണ്ടാണ് OTT റിലീസ് വൈകുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. OTT അവകാശമാണെങ്കിൽ C5 നേരത്തെ തന്നെ വാങ്ങിച്ചതാണ്. എന്നിട്ടും ബസൂക്ക റിലീസാക്കുന്നില്ല. ഓണത്തിന് ബസൂക്ക വരുമെന്ന് കരുതി. എന്നാൽ പിന്നീടും പോസ്റ്റ്പോൺ ആക്കി. ഇപ്പോഴത്തെ ബസൂക്ക സിനിമ സെപ്റ്റംബർ മാസം 3rd വീക്കിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മമ്മൂട്ടി മികച്ച ആക്ഷൻ രംഗങ്ങളാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് കാലമായി ഗെറ്റ് സെറ്റ് ബേബി കാണാൻ കാത്തിരിക്കുന്നു. മനോരമ മാക്സ് നേരത്തെ തന്നെ ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു കോമഡി ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ സെപ്റ്റംബർ മാസം 15-ന് മനോരമ മാക്സിലാണ് ഗെറ്റ് സെറ്റ് ബേബി OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയായിരുന്നു സുമതി വളവ്. ഒരുപാട് ഹൊററും സിനിമയിലുണ്ട്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് സുമതി വളവ്. ചെറിയ ബഡ്ജറ്റിലാണ് സിനിമ വന്നത്. എന്നിട്ട് നല്ല കളക്ഷൻ സുമതി വളവ് നേടിയെടുത്തു. ഗോകുലം ഗോപാലിനാണ് സുമതി വളവ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. 40 കോടിയാണ് സുമതി വളവ് നേടിയെടുത്തത്. ഇപ്പോഴത്തെ സൺനെസ്റ്റിലാണ് സുമതി വളവ് OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. സെപ്റ്റംബർ മാസം 11-ന് സുമതി വളവ് സൺനെസ്റ്റിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.
ചെയ്യുക. ഇതുപോലത്തെ ഒരിക്കലും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.